ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും തക്കാളി ചമ്മന്തിയായിരുന്നു. അമ്മ സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്ത ചമ്മന്തി ആയതുകൊണ്ട് വായിൽ വെക്കാൻ പോലും കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് അപ്പം തന്നെ തുപ്പിക്കളഞ്ഞു. അപ്പോഴേക്കും അമ്മ 3 ഞാലിപ്പൂവൻ പഴമായിട്ട് വന്നു. പിന്നെ അത് തന്നെ കുറേ നിർബന്ധിച്ച് വായിൽ കുത്തിക്കയറ്റി. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. കുറേയൊക്കെ ഞാൻ തുപ്പിക്കളഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് പാലായിട്ട് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞ് വെള്ളമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കുടിപ്പിച്ചു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായത് വെള്ളമല്ലെന്ന്. എന്നാലും ഞാൻ 2 പ്രാവശ്യം കൂടി കുടിച്ച് നോക്കി കൊള്ളാമോ എന്ന്. പക്ഷേ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വിശക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞൊരു കപ്പ് കേക്ക് ആയിട്ട് വന്നു. ഞാൻ കുറച്ച് നേരം കപ്പ് കേക്കിന് ഭംഗി നോക്കി, പക്ഷേ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അമ്മമ്മ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ അയ്യോ എൻ്റെ മോന് 2 പഴം മാത്രമാണോ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിച്ച് എന്തൊക്കെയോ കലക്കിക്കൊണ്ട് വന്നു. ഞാൻ തീരെ കുടിച്ചില്ല. വേണ്ടെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു. പിന്നെ കുറേ നിർബന്ധിച്ചപ്പോൾ 2-3 സ്പൂൺ കഴിച്ചു. ഒരു 11 മണിയായപ്പോഴേക്കും അപ്പം കരിക്കായിട്ട് വന്നു. എന്നിട്ട് അമ്മമ്മ എനിക്കിത് പൊട്ടിച്ചു തന്നു. എന്നിട്ട് ഞാനത് സ്ട്രോ ഇട്ടിട്ട് കുടിക്കണ പോലെ ആക്ട് ചെയ്തു. ഞാനൊരു തുള്ളി പോലും കുടിച്ചില്ല, ജസ്റ്റ് ആക്ട് ചെയ്തു. എല്ലാവരും പറ്റി. പിന്നെ 1 മണിയായപ്പോഴേക്കും അമ്മ ചോറായിട്ട് വന്നു. TV വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ ചോറുണ്ടു. ഞാൻ ഇറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അപ്പൂപ്പനെ എനിക്ക് വേണ്ടി ഒരു പാക്കറ്റ് ഉപ്പേരി വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ റോട്ടിൽ കൂടെ കുറച്ച് നേരം ഓടിയിടുന്ന ഉപ്പേരിയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാനും അമ്മയും കൂടി സ്നാക്സ് വാങ്ങാൻ കടയിൽ പോയി. കടയിൽ പോയപ്പോൾ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. കണ്ടതൊക്കെ ഓരോന്ന് വാങ്ങിച്ചു. സ്നാക്സ് വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അപ്പൂപ്പൻ തലേന്ന് വാങ്ങിച്ച വാട്ടർമെലൻ ഞങ്ങളുടേത്. പിന്നെ അത് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് കരഞ്ഞു. അപ്പോഴേക്കും അമ്മ ഒരു കഷ്ണം മുറിച്ച് തന്നു. കഴിക്കാനൊന്നുമല്ല, വെറുതെ കടിച്ചിട്ട് തുപ്പിക്കളയാൻ. എന്നിട്ട് കുറച്ച് നേരം കടിച്ച് കുറച്ച് നേരം തുപ്പിക്കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിർത്തി, വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ രാത്രി ആയപ്പോഴേക്കും വലിയമ്മയുടെ വീട്ടിൽ പോയി ഞാൻ 2 സ്പൂൺ പായസം കഴിച്ചു. രാത്രിയായപ്പോൾ വീണ്ടും ചോറ് കഴിച്ചു. ചോറും സാമ്പാറും പപ്പടവും. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പൂപ്പനും അമ്മൂമ്മയും ചോറുണ്ണാൻ വന്നത്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പപ്പടവും കൂടി വാങ്ങിച്ച് കഴിച്ചു.